സംസ്ഥാനത്ത് പുതുവത്സരാഘോഷത്തിന് ബാറുകളിൽ എത്തുന്നവർക്ക് മദ്യം മാത്രം നൽകിയാൽ പോരാ, ഡ്രൈവറെ കൂടെ നൽകണമെന്ന നിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. മദ്യപിക്കാനായി വാഹനങ്ങളിൽ എത്തിയവർക്ക് ബാറുകാർ ഡ്രൈവറെ നൽകണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. പ്രൊഫഷണൽ ഡ്രൈവർമാരുടെ സേവനം ബാർ വളപ്പിൽ ലഭ്യമാക്കണമെന്ന് RTO ബാർ ഹോട്ടൽ മാനേജർമാർക്ക് നൽകിയ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡ്രൈവറുടെ സേവനം ലഭ്യമാകുന്ന വിവരം ബാറിലെത്തുന്നവരെ അറിയിക്കണം. മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോഴുണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ച് ബാറിൽ അറിയിപ്പ് രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. മദ്യപിച്ച ശേഷം ഡ്രൈവിംഗ് മൂലമുണ്ടാകുന്ന റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ഉത്തരവ്. ആരൊക്കെ ഈ സേവനം ഉപയോഗപ്പെടുത്തി എന്നതിന്റെ വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തിയ രജിസ്റ്റർ സൂക്ഷിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതേസമയം മദ്യപിച്ച ഉപയോക്താക്കൾ ഡ്രൈവറുടെ സേവനം നിരസിക്കുകയും വാഹനം ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഹോട്ടൽ അധികൃതർ ഉടനെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെയോ RTO ഓഫീസിനെയോ അറിയിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. അതേസമയം ഗതാഗത നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടും പിഴയടയ്ക്കാത്തവരെ കണ്ടെത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഓരോ ജില്ലയിലും ഏറ്റവും കൂടുതൽ പിഴയടയ്ക്കാനുള്ള 1000 പേരെ കണ്ടെത്തും. ഇവരുടെ വീടുകളിലെത്തി പിഴ അടപ്പിക്കാനാണ് നീക്കം. വാഹനാപകടം കുറയ്ക്കാനുള്ള പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധനയുടെ ഭാഗമായാണ് നടപടി. സംസ്ഥാനത്തെ ബ്ലാക്ക് സ്പോട്ടുകളിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന പരിശോധനകളിൽ ആയിരക്കണക്കിന് നിയമലംഘനങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് മാത്രം കണ്ടെത്തിയത്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ദേശീയപാത കേന്ദ്രീകരിച്ചാണ് ചെക്കിംഗ് നടത്തുന്നത്. റോഡുകളിലൂടെ പോകുന്ന 100 വാഹനങ്ങളിൽ 10 എണ്ണമെങ്കിലും നിയമം പാലിക്കാതെയാണ് യാത്ര ചെയ്യുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.